നമസ്കാരം. ലോകരാഷ്ട്രീയത്തിന്റെ ഹൃദയമിടിപ്പുയർത്തിയ ഒരു 90 മിനിറ്റ് ഫോൺ കോൾ. പക്ഷേ ഇതൊരു സാധാരണ നയതന്ത്ര സംഭാഷണമല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകിയ മുന്നറിയിപ്പ്. അതീവ നാശകരമായ പ്രത്യാഘാതങ്ങൾ ഇന്ന് ലോക യുദ്ധരംഗത്തിന്റെ ദിശ തന്നെ മാറ്റാൻ ഇടയുള്ള ഒരു സിഗ്നലായി മാറുകയാണ്. ഇറാൻ വിഷയത്തിൽ അമേരിക്കയും ഇസ്രയേലും വീണ്ടും സൈനിക ഇടപെടലിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിന്റെ ആഘാതം മിഡിൽ ഈസ്റ്റിൽ ഒതുങ്ങില്ല. ആകെ അന്താരാഷ്ട്ര സമവാക്യങ്ങൾ തകർന്നടിയുമെന്നാണ് പുടിന്റെ സൂചന. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ 90 മിനിറ്റിലധികം നീണ്ടുനിന്ന ടെലിഫോൺ സംഭാഷണം നടന്നതായി ക്രെംലിൻ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും യുക്രൈൻ യുദ്ധവുമാണ് പ്രധാനമായും ചർച്ച ചെയ്തതെന്ന് ക്രെംലിൻ പ്രതിനിധി യൂറി ഉഷക്കോവ് അറിയിച്ചു. ചർച്ച വളരെ ഗൗരവകരവും സുതാര്യവുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനെതിരെയോ അയൽ രാജ്യങ്ങൾക്കെതിരെയോ അമേരിക്കയും ഇസ്രയേലും വീണ്ടും സൈനിക നടപടി സ്വീകരിച്ചാൽ അത് അന്താരാഷ്ട്ര സമൂഹത്തിന് തന്നെ വലിയ ദോഷമുണ്ടാക്കുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരം നീക്കങ്ങൾ ഒഴിവാക്കണമെന്നും നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകണമെന്നും പുടിൻ ട്രംപിനോട് ആവശ്യപ്പെട്ടതായും ക്രെംലിൻ അറിയിച്ചു. ഇറാനുമായുള്ള വെടിനിർത്തൽ നീട്ടാനുള്ള ട്രംപിന്റെ തീരുമാനത്തെ പുടിൻ സ്വാഗതം ചെയ്തു. ചർച്ചകൾക്ക് അവസരം നൽകുന്ന ഈ നീക്കം മേഖലയിലെ സാഹചര്യം സുസ്ഥിരമാക്കാൻ സഹായിക്കുമെന്ന് പുടിൻ പ്രത്യാശ പ്രകടിപ്പിച്ചു എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് റഷ്യയുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തു എന്നും ക്രെംലിൻ അറിയിച്ചു. 5ാം വർഷത്തിലേക്ക് കടന്ന യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. യുദ്ധഭൂമിയിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് ട്രംപ് ചോദിച്ചറിഞ്ഞപ്പോൾ റഷ്യൻ സൈന്യം തന്ത്രപരമായ മുന്നേറ്റം നടത്തുകയാണ് എന്നാണ് പുടിൻ നൽകിയ മറുപടി. യുക്രൈൻ ഭരണകൂടം യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് എന്ന കാര്യത്തിൽ ഇരു നേതാക്കളും സമാനമായ അഭിപ്രായമാണ് പങ്കുവച്ചതെന്ന് ക്രെംലിൻ അവകാശപ്പെട്ടു. മെയ് 9 നടക്കുന്ന റഷ്യയുടെ വിജയദിനാഘോഷങ്ങളോടനുബന്ധിച്ച് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ തയ്യാറാണ് എന്നും പുടിൻ അറിയിച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശത്തെ ട്രംപ് പിന്തുണച്ചു. 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കെതിരെ സോവിയറ്റ് യൂണിയൻ നേടിയ വിജയത്തിന്റെ സ്മരണയ്ക്കായാണ് റഷ്യ വിജയദിനം ആഘോഷിക്കുന്നത്. യുക്രൈന്റെ പ്രത്യാക്രമണ ഭീഷണിയുള്ളതിനാൽ ഇത്തവണ വിജയദിന പരേഡ് നിയന്ത്രണങ്ങളോടെ മാത്രമായിരിക്കും നടക്കുക എന്നാണ് ക്രെംലിൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഈ മുന്നറിയിപ്പ് ഒരു ഭീഷണി എന്നതിലുപരി റഷ്യയുടെ പുതിയ നിലപാട് വ്യക്തമാക്കുന്ന ശക്തമായ രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഏകപക്ഷീയമായി നീങ്ങാനാവില്ല എന്ന സന്ദേശം തന്നെയാണ്. അതേസമയം യുക്രൈൻ യുദ്ധത്തിൽ ഒരു താൽക്കാലിക സീസ് ഫയർ നിർദ്ദേശിച്ച് പുടിൻ മറ്റൊരു കളിയും കളിക്കുകയാണ്. സമാധാനത്തിന്റെ പേരിൽ സമയം നേടി വീണ്ടും സൈനികമായി ശക്തിപ്പെടാനുള്ള ശ്രമമെന്ന വിലയിരുത്തലും ഇവിടെ ഉയരുന്നുണ്ട്. ഇവിടെ പ്രധാനമായുമുള്ള ചോദ്യം ഇനി യുദ്ധത്തിന്റെ ഗതി എന്താകും? ഒന്നാമതായി ഇറാൻ ഫ്രണ്ട്. അമേരിക്ക നേരിട്ടിടപെട്ടാൽ റഷ്യ പരോക്ഷമായോ തുറന്നോ ഇറാനെ പിന്തുണയ്ക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതോടെ ഇതൊരു പ്രാദേശിക യുദ്ധത്തിൽ നിന്ന് പ്രോക്സി വേൾഡ് വാർ എന്ന നിലയിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. പുടിന്റെ മുന്നറിയിപ്പ് അതിനുള്ള സൂചനയാണ്. രണ്ടാമതായി യുക്രൈൻ രംഗം. സീസ് ഫയർ നിർദ്ദേശം സമാധാനത്തിലേക്ക് പോകുന്ന ഒരു പടി പോലെ തോന്നിയാലും യാഥാർത്ഥ്യം അതിന്റെ വിരുദ്ധമാണ്. മുൻകാലങ്ങളിലെ പോലെ ഇത്തരം ഇടവേളകൾ റഷ്യയ്ക്ക് പുനഃസംഘടനയ്ക്ക് അവസരം നൽകുമെന്ന ഭയം യുക്രൈനിന് നിലനിൽക്കുന്നു. മൂന്നാമതായി അമേരിക്കയുടെ നിലപാട്. ട്രംപ് ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ തുറന്നു നിൽക്കുമ്പോഴും മറുവശത്ത് സൈനിക സമ്മർദ്ദം തുടരുകയാണ്. ഇത് ഡിപ്ലോമസി പ്ലസ് ഭീഷണി എന്ന ഇരട്ട തന്ത്രമാണ്. എന്നാൽ പുടിന്റെ ശക്തമായ മുന്നറിയിപ്പ് അമേരിക്കയുടെ നീക്കങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു എന്നതാണ് പുതിയ മാറ്റം. ഈ 90 മിനിറ്റ് സംഭാഷണം ഒരു കാര്യം വ്യക്തമായി പറയുന്നു. ലോകം ഇനി 2 ശക്തികളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ വക്കിലാണ്. ഇറാൻ, യുക്രൈൻ, മിഡിൽ ഈസ്റ്റ് എവിടെയും യുദ്ധത്തിന്റെ തീ പടരുമ്പോൾ ഈ ഫോൺ കോൾ കൊണ്ട് സമാധാനം വരുമോ, അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കമാകുമോ? അടുത്ത ദിവസങ്ങൾ ലോക ചരിത്രം തന്നെ മാറ്റാൻ പോകുന്നു.